നമസ്കാരം. അന്ധമായ മോദി വിരോധം, BJP വിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ, അത് കാരണം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമായിരുന്ന വലിയൊരു ദുരന്തം ഒഴിവായി പോയത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുമായിരുന്ന വലിയൊരു ദുരന്തം ഒഴിവായി പോയത് തിരിച്ചറിയാതെ നമ്മുടെ സർക്കാരിനെയും പ്രതിരോധ സംവിധാനങ്ങളെയും പട്ടാളത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. സങ്കടം തോന്നാണ്. ദയവായി എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഞാൻ ഈ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിയാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഞാൻ എടുക്കുന്ന നിലപാടുകൾ ശരിയാണോ? ഞാനെന്ന് പറഞ്ഞാൽ ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകൾ, നിങ്ങളുടെ രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, മതം ഏതായിക്കോട്ടെ, നിങ്ങളുടെ മറ്റ് ആശയങ്ങൾ ഏതോ ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം. അല്പകാര്യം പറഞ്ഞ ശേഷം ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. വീഡിയോയുടെ ചില ദൃശ്യങ്ങൾ കാണിക്കാം. കരളുരുകാതെ, ഒരിറ്റി കണ്ണുനീർ വരാതെ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു തീർക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് വരാതെ കാത്തു സൂക്ഷിച്ച ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്. നരേന്ദ്രമോദി എന്നാണ് പേര്. നിർഭാഗ്യവശാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയമായി ഒരു വിഭാഗത്തിന് യോജിച്ചതല്ല. രാഷ്ട്രീയമായി ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ വിഭാഗങ്ങളും പല വിഭാഗങ്ങളായി തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഒരു രാജ്യം പ്രതിസന്ധിയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതിൽ അധിവസിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നതിന്റെ ഒരു ഉദാഹരണമായിരിക്കും നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്നത്. കാശ്മീരിൽ 37 പേരാണ് ഭീകരന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഭീകരവാദികൾ ഒരു മതവിഭാഗത്തെ മതം ചോദിച്ച് തെരഞ്ഞു പിടിച്ച് കൊന്നു. പക്ഷെ അവർ ഉദ്ദേശിച്ച ഫലം നടന്നില്ല. കാശ്മീരിൽ ഒരു വിഭാഗീയത ഉണ്ടാകുമെന്നും, പഴയതുപോലെ ഒരു വിഭാഗീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് തുടങ്ങാമെന്നും, ഇന്ത്യൻ പട്ടാളവും മറ്റുള്ളവരും ഒക്കെ നിസ്സഹായരെ നോക്കി നിന്നോളും എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷെ അത് നടന്നില്ല. അവരുടെ ഉദ്ദേശം നടന്നില്ല. അപ്പോഴും ഇന്ത്യൻ ജനത ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി സർക്കാർ ആഞ്ഞടിക്കാത്തത്, ഇതിനൊരു പ്രതികാര നടപടി നോക്കാത്തത്, തോൽക്കാത്തത് എന്താണ് എന്ന്. പക്ഷെ ഇപ്പോഴും ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അക്രമം നടത്തിയിട്ടുള്ള ഭീകരവാദികൾ എവിടെയെന്ന്. അത് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എങ്ങനെയാണ് അവരെവിടെയാണ്, എങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത്. അതിനു മുമ്പ് ചില കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ഈ ആദ്യത്തെ അക്രമം നടന്ന ശേഷം അതിന് ഒരു തിരിച്ചടി കൊടുത്ത ശേഷം 14 ദിവസം ഇന്ത്യ വെറുതെ ഇരുന്നത് നിങ്ങൾ കണ്ടു. ഒരു തിരിച്ചടി അവിടെയും ഇവിടെയുമുള്ള അവരുടെ ഭീകര മേഖലകളൊക്കെ തകർത്തു. അതായത് ഭീകരവാദികളായിട്ടുള്ള ഇന്ത്യയിലേക്ക് നുഴഞ്ഞു ചേരാൻ സാധ്യതയുള്ള, നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളുടെ താവളങ്ങളൊക്കെ, തന്ത്രപ്രധാനമായ ആ താവളങ്ങളൊക്കെ ലക്ഷ്യത്തിൽ കൃത്യമായി ഇന്ത്യ മിസൈൽ അയച്ചു, അതിനെ തകർത്തു. അതോടെ അവസാനിച്ചു. പിന്നെ 14 ദിവസം മിണ്ടാവ്രതത്തിലാണ്. ഇതിനിടയിൽ നമ്മളൊക്കെ കരുതിയത്, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും കരുതിയത്, ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഇന്ത്യ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ശത്രുരാജ്യത്തിന്റെ ഓരോ നീക്കത്തിനെതിരെ. അത് ഏത് രാജ്യവും ആയിക്കോട്ടെ, അത് പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും മറ്റേത് രാജ്യമായാലും തൊട്ടടുത്ത സൗഹൃദ രാജ്യമായാലും ആരായാലും അവരുടെ നീക്കങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംരക്ഷക കവചം നമുക്കിവിടെ ഉണ്ട്. അത് ഏത് രാഷ്ട്രീയ കക്ഷി ഇവിടെ ഭരിച്ചാലും ആ കവചം സുരക്ഷിതം തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയമായി ഇപ്പോൾ നമ്മൾ പല ചേരിയിൽ നിൽക്കുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഞാനത് പറയാൻ കാരണം, പലരും അത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. ഇവിടെ 14 ദിവസത്തെ ആ ഒരു മൗനത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു വെടിപൊട്ടിച്ചു. എന്തായിരുന്നു അത്? ഇവിടെ ആറ്റം ബോംബ് ഇടാൻ പോവാണ്, ഞങ്ങൾ അണുബോംബ് ഇടാൻ പോവാണ്, ഇന്ത്യയെ തകർക്കാൻ പോണേ എന്ന്. അത് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് സെക്കൻഡുകൾക്കകം ഇന്ത്യക്ക് ചെയ്യേണ്ട പണിയെടുത്തു. വേണമെങ്കിൽ ഇന്ത്യക്ക് ആ കൂമ്പാരം തന്നെ നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ദുരിതത്തിലേക്ക് പോകുന്നത് കാണേണ്ടി വരും. തൊട്ടയൽ രാജ്യമായാലും ശത്രുരാജ്യമായാലും വലിയൊരു വിഭാഗം പട്ടിണിയിലും ദുരിതത്തിലും നരകിക്കുന്നത് കാണേണ്ടി വരും. അത് നോക്കി നിൽക്കാനുള്ള ഒരു മാനസിക നില ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് ആ വിധത്തിലൊരു അടി നടത്താത്തത്. രാഷ്ട്രീയമായി നമുക്ക് വിയോജിക്കാം, പല വിധത്തിലും വിയോജിക്കാം. പക്ഷേ ഈ ആറ്റം ബോംബ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി എടുത്ത് പൊന്തിക്കാൻ കഴിയാത്ത വിധം, അതിന്റെ കവാടം തകർത്ത് ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത വിധം അതിന്റെ വിതരണ സംവിധാനങ്ങൾ തകർത്ത് സുരക്ഷിതമായി ഇന്ത്യ ഇവിടെ ഇരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു, യുദ്ധം അവസാനിച്ചു. ഇവിടെ അമേരിക്ക മുതലെടുപ്പ് നടത്തുമ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ട് നരേന്ദ്രമോദി കാല് പിടിച്ചിട്ടാണ് എന്ന്.
നരേന്ദ്രമോദി കാല് പിടിച്ചിട്ടല്ല എന്നും എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥ അത് നമ്മൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം അമേരിക്ക ആദ്യമായിട്ടൊന്നും അല്ല ഇത് എടുത്തത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നുമല്ല, ഇതിനപ്പുറത്ത് നമ്മളൊക്കെ എങ്ങനെയായിരിക്കും യുദ്ധം നീണ്ടുപോയിരുന്നെങ്കിൽ എന്നാണ്. നിങ്ങൾ കാണുന്ന വീഡിയോ നോക്ക്, കണ്ണ് നനയുന്ന കാഴ്ചയാണ്. അതായത് വിശപ്പ് കൊണ്ടാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന നാട്ടിൽ സംഭവിക്കുന്നതാണ്. എന്റെയും നിങ്ങളുടെയും മക്കളാണ്, എന്റെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണ് ഈ രീതിയിൽ വിശന്ന് നിലവിളിക്കുന്ന ചിന്തിക്കുക. നിങ്ങളാണ് ഈ വിധത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മണ്ണിൽ വീണുപോയ ഈ ചോറ് വാരിയെടുത്ത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും തിന്നാൻ കൊടുക്കുന്നത്, നിങ്ങൾ ഭക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോഴും നിങ്ങൾക്കിത് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒരു ലേശം ഭക്ഷണത്തിന്റെ ഒരു വില, ആ വിശപ്പിന്റെ വില അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ ഒരു യുദ്ധം ഒഴിവാക്കാൻ നോക്കുന്നു എന്ന്. യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് ഏതൊരു നല്ല ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ്. അത് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിലും അതേ സംഭവിക്കുള്ളൂ. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പാകിസ്ഥാനെ മുച്ചൂടും നശിപ്പിച്ച് അവിടെ മുഴുവൻ നശിപ്പിച്ച ശേഷം അവരെ വിജയിപ്പിക്കാനും കാശ്മീരിന്റെ അവരുടെ ഭാഗത്ത് ഇരിക്കുന്ന അതൊക്കെ നമ്മുടെ പിടിച്ചെടുക്കാനും അതുപോലെ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയുമായിരുന്നു. അതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾ തൊലച്ചത് എന്ന് പറയുമ്പോൾ ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ ദൃശ്യങ്ങൾ ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരിക കൂടി ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കണം. പാകിസ്ഥാനെ ഭയന്നിട്ടല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു അല്പം മനസാക്ഷിയുള്ള രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഒരല്പം വിവേകവും മറ്റും ഇല്ലാത്ത, തരിമ്പും ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഞാൻ പറയുള്ളൂ. അല്പമെങ്കിലും വിവേക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കാശ്മീരിൽ കയറി അടിക്കില്ല, കാശ്മീരിൽ കയറിയ 37 എണ്ണത്തിനെ നശിപ്പിക്കില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തത്, അന്ധമായ മോദി വിരോധം നിമിത്തം, മോദി എന്ന പ്രധാനമന്ത്രിയോടുള്ള വിരോധ നിമിത്തം അദ്ദേഹത്തെ മന്ദബുദ്ധിയാക്കിയും അല്ലെങ്കിൽ കള്ളം പറയുന്നവനുമാക്കി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ ദൃശ്യങ്ങൾ സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിന്റെയും അവസ്ഥ ഇതാണ്. നമ്മൾ ഇങ്ങ് തെക്കൻ കേരളത്തിൽ, നമ്മൾ ഇന്ത്യയുടെ ഇങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്കിതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. അത് പാകിസ്ഥാനായാലും ഇന്ത്യയായാലും മറ്റേത് രാജ്യമായാലും യുദ്ധം മുറുകിപ്പോയി കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവസ്ഥ നമുക്കറിയാമല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വിഭാഗവും ഒരു തുള്ളി കുപ്പിവെള്ളത്തിന് വേണ്ടി, ഒരു നാവ് നനയ്ക്കാൻ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടിയിട്ട് എത്ര സമ്പാദ്യം കൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. ചുറ്റും വെള്ളമാണ്, കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന പോലെ. അതുപോലെ ഇവിടുത്തെ ഒരു സാഹചര്യം യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളുണ്ടല്ലോ, പിഞ്ചു മക്കളുണ്ടല്ലോ, ഇതുപോലെ അങ്ങാടിയിൽ നിന്ന് വാവിട്ട് നിലവിളിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കളും ഭാര്യമാരും പെങ്ങന്മാരും ഇതുപോലെ നിന്ന് ചോറ് വാരും. നിലത്ത് വീഴുന്ന ഓരോ വറ്റും പെറുക്കിയെടുക്കും തങ്ങളുടെ മക്കളെ ഊട്ടാൻ, തങ്ങളുടെ പശി അകറ്റാൻ. എന്നിട്ടും തികയാതെ അവർ നിലവിളിക്കും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാമല്ലോ. വിശപ്പിന്റെ വിളി കാർന്നു തിന്നുന്ന ഓരോ രാജ്യത്തും ഓരോ ജനതയും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഹൃദയഭേദകമായ ആ കാഴ്ചകളെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി എടുത്തത് ഉചിതമായ തീരുമാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര തന്നെ എതിർത്താലും, എന്നെ നിങ്ങൾ സംഖ്യയാക്കിയാലും, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നോക്കിയാലും മനസാക്ഷി എന്ന് പറയുന്ന ഒന്ന് എനിക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്കും ഈ പ്രായത്തിലുള്ള, ഈ നിലവിളിക്കുന്ന ഈ പ്രായത്തിലുള്ള മക്കൾ എനിക്കുമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി വിശപ്പ് സഹിക്കാൻ വയ്യാതെ വാവിട്ട് നിലവിളിക്കുന്ന മക്കളാക്കി കാണാൻ എനിക്ക് പറ്റുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് സത്യത്തിൽ യുദ്ധാവസ്ഥകൾ വളർന്നു പോയാൽ, നീണ്ടുപോയാൽ സംഭവിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? തങ്ങളോട് ചെയ്ത കണക്കുകൾക്ക് കൃത്യമായി കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം യുദ്ധം വെടിനിർത്തൽ അവസാനിപ്പിച്ചത് എന്ന് സത്യമാണ്. അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത്, കാശ്മീരിൽ 37 പേരുടെ ജീവൻ അപകടത്തിലാക്കിയ ആ ഭീകരവാദികൾ എവിടെ? മതം ചോദിച്ചുകൊണ്ട്, പേര് ചോദിച്ചുകൊണ്ട് കൊന്നൊടുക്കിയ ഭീകരവാദികൾ എവിടെ? അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തിൻ്റെത് ചില സ്വകാര്യതകളുണ്ട്. അത് അമേരിക്ക ആയാലും സൗദി അറേബ്യ ആയാലും മറ്റേത് രാജ്യമായാലും അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നമാണ് എന്ന് കരുതി പിടിക്കുന്ന ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ, അവരെ പിടിച്ചു കഴിഞ്ഞാലും ആരും അറിയില്ല. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു എന്നും ആരും അറിയാറില്ല, ആരെയും അറിയിക്കാറില്ല. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതൊക്കെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ് തങ്ങളുടെയൊക്കെ ബോധിപ്പിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ചില നിയമങ്ങളുണ്ട്. ആ ലോക നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നതായതുകൊണ്ട്
അതൊക്കെ പറയാനും പ്രവർത്തിക്കാനും എല്ലാ രാജ്യങ്ങളും തയ്യാറാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ആണവ ശേഖരത്തിലേക്ക് അല്ലെങ്കിൽ അത് വിതരണം നടത്തുന്ന ശൃംഖലകളിലേക്ക് ഇന്ത്യ കടന്നു കയറിയപ്പോൾ അത് പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യയോ ഇതുവരെ അതേക്കുറിച്ച് മിണ്ടാത്തത്. ഏതായാലും അവിടെ ആണവ വികിരണമുണ്ട്, അതിന് തകർച്ച സംഭവിച്ചു, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപകടമാണ്, ആ മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വളരെ ശക്തമായ ഒരു നിലപാട്, ഒരു തിരിച്ചടി ഇന്ത്യ കൊടുത്തതിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, യുദ്ധം നീണ്ടുപോയാൽ അത് പാകിസ്ഥാനെ മാത്രമല്ല ബാധിക്കുക, നമ്മളെയും ബാധിക്കും. എന്റെയും നിങ്ങളുടെയും മക്കൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു നിൽക്കും. ദിവസങ്ങളോളം ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അവർ പട്ടിണി കിടന്ന് മരിക്കും. അതിനുവേണ്ടിയാണോ നമ്മുടെ ജനപ്രതിനിധികളായ ഒരു സർക്കാരിനെ പറഞ്ഞു വിടുന്നത്? ഇവിടെ നരേന്ദ്രമോദി ആയാലും മറ്റാരായാലും അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മറ്റുള്ള രാജ്യം ആര് തന്നെയായാലും കടന്നു കയറുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ മതി. യുദ്ധമുണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് അവർ മാത്രമല്ല, അതായത് നമ്മുടെ ശത്രുക്കൾ മാത്രമല്ല, നമ്മൾ കൂടിയായിരിക്കും. അത് നമ്മൾ വളരെ ഭീകരമായി അനുഭവിക്കുന്നത്, നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത്, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, മറ്റുള്ളവർ, അയൽപക്കക്കാർ, സുഹൃത്തുക്കൾ, ഇത് മുഴുവൻ അനുഭവിക്കുന്നത് അവരുടെ മക്കൾ, പിഞ്ചു മക്കൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കുന്നത്, ആ മരിക്കേണ്ടി വരുന്ന ആ സാഹചര്യം ഉണ്ടാകുന്നത്, അതൊക്കെ സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ വിധത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്. ഒരിക്കലും എനിക്ക് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. Different angles. Don't forget to subscribe and support this channel.